BNSന്റെ അടുത്ത സെക്ഷൻസ് നോക്കാം. ഇനി പൊതുവായ ഒഴിവാക്കലാണ് പറയുന്നത്. സെക്ഷൻ 14. ഒരു വ്യക്തി നിയമപ്രകാരം ബാധിതനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അബദ്ധവശാൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി. അതായത് ഒരു മേലുദ്യോഗസ്ഥന്റെ ഉത്തരവനുസരിച്ച് ഒരു കീഴുദ്യോഗസ്ഥൻ ചെയ്യുകയാണ്, അയാൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം അത് പൊതുവായ ഒഴിവാക്കലിൽ പെടുന്നതാണ്. അല്ലെങ്കിൽ അബദ്ധവശാൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, അത് പൊതുവായ ഒഴിവാക്കലിൽ പെടുന്നതാണ്. അതാണ് 14. അപ്പം നിയമപ്രകാരം ബാധിതനാണെന്ന് വിശ്വസിച്ചുകൊണ്ട്. അപ്പം 14 നിയമപ്രകാരം അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്തു. സെക്ഷൻ 15. ജഡ്ജിക്ക് നൽകപ്പെട്ടുള്ള ഏതെങ്കിലും അധികാരം നീതിന്യായപരമായി പ്രവർത്തിക്കുമ്പോൾ ന്യായാധിപൻ ചെയ്യുന്നത് കുറ്റകരമല്ല. അതായത് ജഡ്ജിയുടെ കേസ് എടുത്താൽ മതി. ജഡ്ജി 5 അങ്ങനെ ഓർക്കാം, ജസ്റ്റ് ഓർത്ത് വെക്കാം. 15 ജഡ്ജി. സെക്ഷൻ 16. കോടതി വിധിക്ക് അനുസൃതമായി വിധി പ്രാബല്യത്തിൽ നിൽക്കുമ്പോഴത്തേക്കും ആ വിധിക്കനുസരിച്ച് ചെയ്യുന്നതൊന്നും കുറ്റമല്ല എന്നാണ് സെക്ഷൻ 16 പറയുന്നത്. സെക്ഷൻ 17. നിയമത്തിൻ്റെ തെറ്റുമൂലമോ അല്ലെങ്കിൽ വസ്തുക്കളുടെ പിഴവ് മൂലമോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് 17